ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡൽഹിയിൽ നജഫ്ഗഡ് ഏരിയയിലാണുള്ളത്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല, നമ്മുടെ നാട്ടിലത്തെ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ നമ്മുടെ ഡൽഹിയിലും എല്ലാ വർഷവും വലിയ പൊങ്കാല നടക്കാറുണ്ട്. ഇത് എല്ലാ വർഷവും ഫെബ്രുവരിയിലായിരിക്കും ഈ വലിയ പൊങ്കാല ഉണ്ടാവാറ്. ഇവിടെ കുറേ ഡൽഹിയിലത്തെ പല ഏരിയാസിൽ നിന്നും ഭക്തജനങ്ങൾ വന്ന് ഇവിടെ പൊങ്കാല സമർപ്പിക്കാറുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് ചോറ്റാനിക്കര ഭഗവതിയാണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തില്. ഈ വർഷം പൊങ്കാല നടന്നത് ഫെബ്രുവരി 15 ആയിരുന്നു, ഞായറാഴ്ച ശിവരാത്രിയുടെ അന്നായിരുന്നു. അപ്പോൾ കാലത്ത് ഭക്തജനങ്ങളൊക്കെ കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ തൊഴാനൊക്കെ. അപ്പോൾ ഇവിടുത്തെ ചോറ്റാനിക്കര അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അമ്മേനെ പ്രതിഷ്ഠിച്ചേക്കുന്നത് ഇവിടെ 2nd ഫ്ലോറിലാണ്. അപ്പോൾ തൊഴാനൊക്കെ തിരക്കുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നന്നായി തൊഴാനും പറ്റി. ഇതാണ് പൊങ്കാലയുടെ ഏരിയ. ഇവിടെയാണ് ഈ വലിയ ഗ്രൗണ്ടാണ് ഇവിടെ. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പൊങ്കാല ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പൊങ്കാല ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് തന്നെ കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് പൊങ്കാല ചെയ്യാം. അപ്പോൾ പൊങ്കാല ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ മൺകലം കിട്ടും. മണ്ണിൻ്റെ കലവും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിയും ശർക്കരയും അതൊക്കെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടും റെസിപ്റ്റ് എടുത്തിട്ട്. ഇവിടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി അടുപ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പൈപ്പും അതെല്ലാം ഉണ്ട്. അപ്പോൾ അരിയും കലവും അതൊക്കെ നന്നായിട്ട് കഴുകി നമുക്കവിടെ കഴുകി റെഡിയാക്കാം. ഇത് വെളുപ്പാങ്കാലത്ത് തന്നെ ആ സമയത്ത് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ശരിക്കും ഒരു പാടം ഏരിയ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല വലിയ ഗ്രൗണ്ടൊക്കെ ആക്കി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. നല്ല വലിയ ഗ്രൗണ്ടാണ്. നിറയെ ആൾക്കാർ പൊങ്കാല ഇടാൻ പല സ്ഥലത്തുനിന്ന്, ഡൽഹിയിൽ നിന്നുള്ള പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഇതാണ് പണ്ടാര അടുപ്പ്. ഇവിടെ പണ്ടാര അടുപ്പ് ഇവിടുന്നാണ് പൂജാരി തീ കൊളുത്തുന്നത്. എന്നിട്ട് ഈ പ്രധാന അടുപ്പിൽ നിന്നാണ് തിരുമേനി പൂജാരി തീ കൊളുത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഭക്തർക്ക് പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള തീ പകരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഭക്തരോട് ചോദിക്കാൻ അവരുടെ എക്സ്പീരിയൻസ്. ഞാനിവിടെ പൊങ്കാല ഇടാണ്ട് 3 കൊല്ലം. നല്ലതാ. ഞാനും കുറെ ആയി പൊങ്കാല ഇടാൻ. നല്ല അനുഭവങ്ങളാണ്. ഇതിപ്പോ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഈ പ്രാവശ്യം നേരത്തെയാണ്. ചേച്ചി എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ പണ്ടാര അടുപ്പിൽ പൂജാരി വന്നു, അവിടെ തീ കൊളുത്തി കഴിഞ്ഞു. തീ കൊളുത്തി ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ പകർന്നു കൊടുക്കുകയാണ് അവിടുന്ന്. അപ്പം ഞാൻ കുറച്ച് അകലെ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഇപ്പൊ തീ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീ കിട്ടി, അടുപ്പ് കത്തിച്ചു. അപ്പൊ ഇത് കാലത്ത് 9:30 ആണ്. ഇപ്പൊ ഈ തവണ 9:30 സ്റ്റാർട്ട് ചെയ്തത് പൊങ്കാല. ഇത് 27ാമത്തെ പൊങ്കാലയാണ് ഇപ്പൊ നടന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് പൊങ്കാല നടക്കാറ്. ഈ തവണ ശിവരാത്രിയുടെ അന്നായിരുന്നു പൊങ്കാല ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 15 ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ഡൽഹിയിലത്തെ പല ഏരിയാസിൽ നിന്നും കുറെ അകലേന്നൊക്കെ ആൾക്കാർ വന്ന് പൊങ്കാല സമർപ്പിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് 5:30 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ സ്ഥലം പിടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ നേരത്തെ വന്ന് സ്ഥലം പിടിക്കുകയാണ് ചെയ്യാറ്. ചെണ്ടമേളവും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെള്ളം ചൂടായി, വെള്ളം തിളച്ചു. അപ്പോൾ 3 തവണ അരി ഇടുകയാണ് ചെയ്യുന്നത്. കാലത്ത് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെയിലൊക്കെ ആയി തുടങ്ങി.
ആ, നല്ല വെയിലൊക്കെ ആയി തുടങ്ങി. പിന്നെ 9:30 തുടങ്ങി ഏകദേശം 12 മണിയായപ്പോഴേക്കും കഴിഞ്ഞു. പൊങ്കാല ഇടലെല്ലാം കഴിഞ്ഞായിരുന്നു. പുകയും അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല പുകയും അതൊക്കെ ആയിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് പണ്ടാര അടുപ്പ്. പണ്ടാര അടുപ്പിലും പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അരിയും ശർക്കരയും നമുക്ക് കിട്ടും. ബാക്കിയുള്ള എന്തെങ്കിലും നമുക്ക് അതിൽ എക്സ്ട്രാ ഇടണം, നെയ്യ്, നട്ട്സ് അല്ലെങ്കിൽ നാളികേരം, പഴം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. എല്ലാവരും ഇപ്പൊ കൊടയൊക്കെ പിടിച്ചിരിക്കുകയാണ്, നല്ല വെയിലായതുകൊണ്ട്. ഇപ്പൊ നേദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പൊങ്കാല ഇടൽ കഴിഞ്ഞു. അപ്പോൾ പൂജാരി ഇപ്പം നേദിക്കാൻ വേണ്ടിയിട്ട് പണ്ടാര അടുപ്പിലെത്തി. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ അതിന്റെ ചോറ്റാനിക്കര അമ്മയുടെ ഈ അമ്പലത്തിൽ, നജഫ്ഗഡിലുള്ള അമ്പലത്തില് അതിന്റെ ബാനർ ഞാൻ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, ഫോൺ നമ്പറും അതൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും അമ്പലത്തിന്റെ വഴിപാടും അല്ലെങ്കിൽ ഈ പൊങ്കാലയുടെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഇപ്പൊ എന്തെങ്കിലും സംഭാവന കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇത് ശരിക്കും ആദ്യം ഒരു ഭയങ്കര വലിയൊരു പാടം ഏരിയ ആയിരുന്നു. ഇപ്പൊ ഗ്രൗണ്ട് ആക്കിയതാണ്, വലിയതാക്കിയിട്ട്. ഇപ്പൊ ഇത് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടൊക്കെ ഉണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പൊങ്കാല കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. അപ്പൊ നേദിച്ച് കഴിഞ്ഞു. ഇപ്പൊ പണ്ടാര അടുപ്പിലത്തെ അവിടെ നേദിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 പൂജാരികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഓരോരുത്തരുടെ പൊങ്കാലയിൽ പോയിട്ട് അവര് നേദിക്കുകയാണ് ചെയ്തത്. അപ്പൊ കൂടുതൽ ഇതിനെ പറ്റിയിട്ട്, പൊങ്കാലയെ പറ്റിയോ വഴിപാടിനെ പറ്റിയോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.